സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രേ ഏരിയനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഗ്രേ ഏരിയ എന്ന് പറയുമ്പോൾ ബ്ലാക്കും അല്ല വൈറ്റും അല്ല. അതായത് നമുക്കൊരു കാര്യം ശരിയാണ് എന്നും പറയാൻ പറ്റില്ല, പക്ഷെ അതേസമയം ശരിയല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ഗ്രേ ഏരിയാസിലാണ് കൂടുതൽ സ്കാമും നടക്കുന്നത്. നമ്മളിപ്പം ബിറ്റ് കോയിൻ്റെതും അതുപോലെ തന്നെ പല രീതിയിലുള്ള സ്കാമുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകളെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കാമുകളൊക്കെ നടക്കുന്നത് ഈ ഒരു ഗ്രേ ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ്. അതായത് ഇതാണ് അവരുടെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എൻ്റെ ഫ്രണ്ടിൽ നടന്നൊരു സ്കാമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്സിലൊക്കെ പെട്ട ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്ര റിട്ടേൺസ് തരാമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് പൈസ പോയ ആളാണ്. അത്തരത്തിൽ ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ജസ്റ്റ് സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്ന അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെ ആളുകൾക്കെല്ലാം ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. സോ ഞാൻ എന്താണ് കാര്യം എന്നുള്ളത് പറയാം. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ ട്രേഡിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ നോക്കി ഒരു അക്കൗണ്ടൊക്കെ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ട്രൈ ചെയ്ത് അപ്പം ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രോക്കറുടെ കയ്യിൽ നമ്മുടെ നമ്പർ പോയി. ഓക്കെ, നമ്മളെ മൊബൈൽ നമ്പർ ആ ബ്രോക്കറുടെ കയ്യിൽ പോകും. നിങ്ങളിപ്പോൾ ഇപ്പോൾ സ്റ്റോക്സിലാണെന്നുണ്ടെങ്കിലും സെറോദയിലാണെന്നുണ്ടെങ്കിലും സെറോദ വീണ്ടും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഒരുവിധം എല്ലാ ബ്രോക്കേഴ്സും നമ്മൾ അതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ സെല്ല് ചെയ്യും. അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മളൊരു ബ്രോക്കറുടെ അണ്ടറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ നമുക്ക് വിളി വരാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെബ്സൈറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സൈൻ ചെയ്ത് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കോളുകൾ വരാൻ തുടങ്ങും, മെസ്സേജസ് വരാൻ തുടങ്ങും. അപ്പം ഇതാണ് ആക്ച്വലി ഇവന് സംഭവിച്ചത്. ഇവന് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അവൻ ഏതൊരു വെബ്സൈറ്റിൽ ന്യൂസൊക്കെ കിട്ടുന്ന വെബ്സൈറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കാം നമ്പർ പോയത്. സെറോദയാണ് യൂസ് ചെയ്യുന്നത് ആൾ. പക്ഷേ സെറോദയിൽ അങ്ങനത്തെ ഇഷ്യൂ വരാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിവേ സെറോദ അങ്ങനെ നമ്പറൊന്നും സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ സെല്ല് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും കാര്യം ഇത്രയേ ഉള്ളൂ. നമ്പർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അക്കൗണ്ടിൽ സൈൻ ചെയ്തപ്പോൾ നമ്പർ പോയി. അപ്പോൾ നമ്പറിൽ കോളുകൾ വരാൻ തുടങ്ങി. ഓക്കെ, ഞാൻ ഇങ്ങനെ ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര കോള്, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മേടിക്കൂ ഇത്ര റിട്ടേൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റോക്ക് ബൈ ചെയ്യണമെന്ന് പറഞ്ഞു തരും. ഇത്തരത്തിലുള്ള കോളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇവൻ ഏതിലാണ് ഹുക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് ആക്ച്വലി ഒരു ടീം വന്നിട്ട് പറയുന്നു. അതായത് സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള ഫേം തന്നെയാണ്, നമ്മുടെ കേരളത്തിലുള്ള ഫേമല്ല, പുറത്തുള്ള ഫേമാണ്. അപ്പം അവർ വന്നിട്ട് പറയുന്നത് അവരുടെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്, ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് എല്ലാ വീക്കും 15% റിട്ടേൺസ് ഞങ്ങൾ ഉണ്ടാക്കി തരും. അതിന് അവർക്ക് ഫീ ആയിട്ട് ആ കിട്ടുന്ന പ്രോഫിറ്റ് എന്നൊരു പെർസെൻറ്റേജ് നിങ്ങൾ തന്നാൽ മതി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വളരെ നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് അറിയുന്നവരല്ലാത്ത എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ ആയിട്ട് തോന്നും. കാരണം സെബി രജിസ്ട്രേഡ് ആണ്, കമ്പനി എല്ലാം ക്ലിയർ ആണ്, എന്താ പറയുക, ട്രസ്റ്റ് നോക്കുന്ന സമയത്ത് എല്ലാം ഓക്കെയാണ്. പിന്നെ ഇവർ പറയുന്നത് ഇവർ പറഞ്ഞ സ്റ്റോക്ക് മേടിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അവർക്ക് പൈസ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ, നമുക്ക് പൈസ കിട്ടിയാലല്ലേ അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അപ്പോൾ പ്രശ്നമൊന്നുമില്ലാന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. പക്ഷേ ഇതിലൊരു ക്യാച്ച് വരുന്നത് ഇൻ കേസ് ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ ലോസ് ആയി കഴിഞ്ഞാൽ അവർ പകുതി ലോസ് നമുക്ക് തരില്ല. നമ്മളിപ്പോൾ ഒരു 10,000 രൂപക്കാണ് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അവരൊരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറഞ്ഞു. ആ സ്റ്റോക്ക് ബൈ ചെയ്തപ്പോൾ നമുക്കൊരു 2,000 രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം 1,000 രൂപ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷേ അതേസമയം നമുക്കിപ്പോൾ 2,000 രൂപ ലോസാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമുക്ക് ആ 1,000 രൂപ ലോസ് നമുക്ക് തിരിച്ചു തരിക, അല്ലെങ്കിൽ അവർ കാരണമാണല്ലോ നമുക്ക് ലോസ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ലോസ് തരിക, അല്ലെങ്കിൽ 500 രൂപ ലോസ് ഒന്നും ഇങ്ങോട്ട് തരില്ല. ചിലപ്പോൾ അടുത്ത പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ ലോസ് കുറച്ചിട്ട് തന്നാൽ മതി എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇതാണ് ഇതിൻ്റെ ക്യാഷ് വരുന്നത്. പക്ഷേ ഇതൊന്നല്ല ആക്ച്വലി പ്രോബ്ലം. ഇതല്ല ഇവിടെ സംഭവിച്ചത്. ജസ്റ്റ് അവനിപ്പം ഈ പറഞ്ഞ പോലെ ഒരു അഡ്വൈസർ, ഈ സെബി രജിസ്ട്രേഡിൽ ഈ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിക്കാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ലോസ് വന്നിട്ട് അവനിത് മനസ്സിലായിരുന്നു, പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് ട്രയൽ തരാം. അതായത് നിങ്ങൾ ആദ്യം പൈസ ഒന്നും മുടക്കണ്ട,
ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപയോ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ഈ ടെസ്റ്റ് ട്രേഡ് ചെയ്യുക. അതായത് ഞങ്ങൾ കുറച്ച് സ്റ്റോക്കുകൾ മേടിക്കാൻ പറയും, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ട്രേഡ് പറയും. ആ ട്രേഡ് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ ട്രസ്റ്റ് ചെയ്താൽ മതി. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. പക്ഷേ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 1 lakh റുപ്പീസിൻ്റെ ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ വേണം എന്ന് പറഞ്ഞു. അതായത് അവർ പറഞ്ഞത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം, ഒരു 5,000 രൂപ വെച്ചിട്ടോ 10,000 രൂപ വെച്ചിട്ടോ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്തിട്ടും ടെസ്റ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ഞങ്ങൾ കോൾ നിങ്ങൾക്ക് തരും, അതായത് ഏത് സ്റ്റോക്കാണ് മേടിക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ട്രയൽ കോൾ അവർ തരുന്നുണ്ട്, ട്രയലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, അതും അപ്പോൾ വീണ്ടും ട്രസ്റ്റ് ബിൽഡായി അല്ലേ. നമുക്ക് ട്രയലും തരുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടിയാൽ കൊടുത്താൽ മതി, എല്ലാം കൊണ്ടും ഇത് ഓക്കെ നമുക്ക് തോന്നും. അപ്പം ഇവിടെ ഒരു വേറെ ക്യാച്ച് വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ട്രയൽ ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവർ പിന്നീട് ഇവർക്ക് അതായത് ഈ സർവീസ് അവർ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 1 lakh റുപ്പീസ് ക്യാപിറ്റൽ വേണം. ഓക്കെ, അതായത് 5,000 രൂപക്കോ 10,000 രൂപക്കോ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് തന്നാൽ പോരാ, മിനിമം 1 lakh ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു സർവീസ് നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, 1 lakh കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അവർ പറഞ്ഞു 1 lakh നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 1 lakh റുപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 15,000 രൂപയോ 20,000 രൂപയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ചെയ്തു. അങ്ങനെ അവർ കൺവിൻസ് ചെയ്തു. കാരണം 1 ലക്ഷം രൂപ എങ്ങനെയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആഴ്ചയിൽ 15,000 രൂപ കിട്ടുക എന്ന് പറയുമ്പോൾ അവന് മീൻസ് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആയിരുന്നു. അപ്പം അവന് വിചാരിച്ചു ഓക്കെ, ട്രസ്റ്റബിൾ ആയത് അഥവാ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവനെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ട്രയൽ അറ്റൻഡ് ചെയ്തപ്പോൾ നല്ല കോളായിരുന്നു, അതിൽ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ അവന് കോൺഫിഡൻസ് കൂടി. പിന്നീട് അവൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫണ്ട് ബോറോ ചെയ്തു. ഒരു ക്രെഡിറ്റ് ആപ്ലിക്കേഷനിൽ പോയിട്ട് ലോൺ എടുത്തു ആദ്യം. അത് കുറച്ച് എമൗണ്ട് അങ്ങനെ കിട്ടി. പിന്നെ അവിടെ ഇവിടുന്നും ഒക്കെ ഫണ്ട് അറേഞ്ച് ചെയ്തു. അവൻ്റെ സ്വന്തം ക്യാഷ് ആയിരുന്നില്ല, ഫണ്ട് അറേഞ്ച് ചെയ്തു. എന്നിട്ട് 1 lakh കിട്ടി. ഈ 1 lakh കിട്ടിയപ്പോൾ പിന്നീട് വരുന്ന കോള് മാറി. ഫസ്റ്റ് അവർക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോക്കിലും അതുപോലെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിലായിരുന്നു കോള് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 1 lakh വന്നപ്പോൾ കോള് മാറി. പിന്നീട് അവർ പറഞ്ഞത് നിങ്ങൾക്ക് 1 lakh ആണ്, അപ്പോൾ ഇത്രയും റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സേഫ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിൽ ചെയ്യുന്നതാണ് നല്ലത്. അതും എന്നും ട്രേഡ് ചെയ്യരുത്. ഞങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം, അതായത് വ്യാഴാഴ്ച ഏതെങ്കിലും ഒരു ദിവസമാണ് നിങ്ങൾക്ക് കോൾ തരിക, ആ സമയത്ത് മാത്രം ട്രേഡ് എടുത്താൽ മതി പറയും. അപ്പോൾ ഒരു ട്രേഡിലാണ് ഇത്രയും വലിയ പ്രോഫിറ്റ് കിട്ടുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമേ ട്രേഡ് എടുക്കൂ, 1-2 ദിവസം മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസത്തെ ട്രേഡിലാണ് ഇത്രയും വലിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതും അവർ പറഞ്ഞു. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു. കാരണം വീക്കിലി അവർ അത്രയും നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രേഡ് മാത്രം എടുക്കുന്നതെന്നൊക്കെ അവന് തോന്നി. അപ്പം ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 lakh ഉപയോഗിച്ചിട്ടാണല്ലോ അവർ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവർ ഈ പറഞ്ഞ ദിവസം വ്യാഴാഴ്ച ആയിരുന്നു അവരുടെ ഡേറ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വ്യാഴാഴ്ച അവർ ഓപ്ഷൻസിൽ, നിഫ്റ്റിയുടെ ഓപ്ഷൻസിലുള്ളൊരു കോളാണ് കൊടുത്തത്. അതായത് 10 രൂപയുടെ ഒരു ഓപ്ഷൻസിൽ ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 10 രൂപയുടെ ഓപ്ഷൻസ് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 2 PM ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 1 lakh റുപ്പീസിന് ബൈ ചെയ്തു. 3:30 ആയപ്പോഴേക്ക് 1 lakh റുപ്പീസ് 0 ആയി. അതായത് ഒരൊറ്റ ട്രേഡിൽ തന്നെ 0 ആയിപ്പോയി. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചത്, ഇവൻ ഫസ്റ്റ് ട്രയൽ അറ്റൻഡ് ചെയ്തു, അത് സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രണ്ടാമത്തെ ട്രേഡിൽ അവൻ ഈ 1 lakh റുപ്പീസ് വെച്ചിട്ട് അവർ പറഞ്ഞ ആ ഒരു ട്രേഡ് എടുത്തു, 0 ആയി. അപ്പോൾ ആക്ച്വലി സംഭവിച്ചത് അന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ ഇവരുടെ സ്കാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ സ്കാം എന്ന് പറയുന്നത് ഈ ഓപ്ഷൻസിൽ എക്സ്പയറി ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. അപ്പം ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി പോലെ കിട്ടും. അതായത് 1 lakh റുപ്പീസ് ട്രേഡ് ചെയ്തിട്ട് ഒരു ദിവസം തന്നെ ചിലപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ള ട്രേഡ്സുകൾ കിട്ടും എക്സ്പയറി ഡേയിൽ. പക്ഷേ അതേസമയം ഈ 1 lakh 0 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു ലോട്ടറി പോലത്തെ ഒരു സംഭവമാണ്. അത് വളരെ അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് ലോട്ടറി പോലെയാണ്. അത് നമുക്ക് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു ട്രേഡാണ്. അപ്പോൾ ഇവർ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഓക്കെ അവൻ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പണ്ടൊക്കെ ഒരുപാട് സ്കാം നടന്ന സംഭവമാണിത്. ഇവർ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറച്ച് ക്ലയൻറ്റിനെ ആദ്യം അറേഞ്ച് ചെയ്യും. അതായത് ഒരു 100 ക്ലയൻറ്റിനെ അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഈ 100 പേർക്ക് ഇവർ ടെസ്റ്റ് കൊടുക്കുമല്ലോ. അതായത് ഫസ്റ്റ് ട്രയൽ കോൾ കൊടുക്കും. ട്രയൽ കോൾ കൊടുക്കുമ്പോൾ 50 പേർക്ക് ബൈ ചെയ്യാൻ പറയും, 50 പേരോട് സെല് ചെയ്യാൻ പറയും. ഓക്കെ, 50 പേരോട് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറയും, 50 പേരോട് ആ സെയിം സ്റ്റോക്ക് ആ സെയിം സമയത്ത് തന്നെ സെല് ചെയ്യാൻ പറയും. അപ്പോൾ 50 പേർക്ക് ഷുവറായിട്ടും പ്രോഫിറ്റ് ആയിരിക്കും. കാരണം എന്താ, ഒന്നുകിൽ താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ ആ സ്റ്റോക്ക് പോവുള്ളൂ. അപ്പം ഈ 100 പേര് ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആ 100 പേരിൽ 50 പേര് കൺവിൻസ്ഡ് ആയി അല്ലേ.
പ്രോഫിറ്റ് കിട്ടിയപ്പോൾ അവർ കൺവിൻസ്ഡ് ആയി, അവർ പറഞ്ഞ കോൾ അതേപോലെ ഓക്കെ ആയി. ബാക്കി 50 പേര് ട്രയൽ നടത്തിയ സമയത്ത് തന്നെ ഇത് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ബാക്കി 50 പേര് അവരുടെ കയ്യിൽ വീണ്ടും ഉണ്ട്. ഇനി ഇവർ ചെയ്യുന്നത് 1 lakh rupees വെച്ചിട്ടുള്ള ട്രേഡാണ് അല്ലേ. 1 lakh അറേഞ്ച് ചെയ്താലേ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇവർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 1 lakh വെച്ചിട്ട് ടോട്ടൽ 50 ലക്ഷത്തിൻ്റെ ട്രേഡാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്കാം ചെയ്യുന്ന ആളുകളുടെ നോക്കുമ്പോൾ 50 ലക്ഷത്തിൻ്റെ ട്രേഡ്. ഈ 50 ലക്ഷത്തിൻ്റെ ഹൈ റിസ്ക് ട്രേഡ് എടുക്കുന്നത് ഒരു സാധാരണ ട്രേഡല്ല. ഈ 50 ലക്ഷം ഡബിളോ ത്രിബിളോ ആവാൻ പോകുന്ന ട്രേഡാണ് ഇവരെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സമയം അവർ ക്യാൻവാസ് ചെയ്തിട്ടാണ് 100 പേരൊക്കെ അവർ കളക്ട് ചെയ്യുക. ഈ 100 പേരെ കളക്ട് ചെയ്തിട്ട് 50 പേരെ ഫസ്റ്റ് റൗണ്ടിൽ അവർ ഔട്ടാക്കും, ബാക്കി 50 പേരെ അവിടെ എടുക്കും. കാരണം സെയിം സ്റ്റോക്കിൽ ബൈയും സെല്ലും 50 പേർക്ക് ബൈയും 50 പേർക്ക് സെല്ലും കൊടുക്കും. അങ്ങനെ കുറച്ച് പേര് എന്താണെങ്കിലും പ്രോഫിറ്റിൽ, അതായത് 50 പേര് പ്രോഫിറ്റിലെത്തും. അപ്പോൾ ഈ 50 പേര് പ്രോഫിറ്റിലുള്ള ആൾക്കാർ ഇവർ ഓക്കെ ആയിട്ട് 1 ലക്ഷം കൊണ്ട് വന്നിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 50 ലക്ഷത്തിൽ പകുതി പേർക്ക് ഇതേ സെയിം സംഭവം റിപ്പീറ്റ് അടിക്കും. 25 പേർക്ക് ബൈയും 25 പേർക്ക് സെല്ലും കൊടുക്കും. ആക്ച്വലി ഇതേ സംഭവമാണ് സംഭവിച്ചത്. ഓപ്ഷൻസിലാകുമ്പോൾ പുട്ടും കോളാണ് വരിക. നമ്മൾ നോർമൽ സ്റ്റോക്കിലാവുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഇപ്പം 300 രൂപക്ക് ബൈ ചെയ്യാനും 300 രൂപക്ക് സെല്ല് ചെയ്യാനും പറയും. അതായത് 300 രൂപക്ക് 25 പേരോട് ബൈ ഓർഡറാണ് കൊടുക്കുക, ബാക്കി 25 പേർക്ക് സെൽ ഓർഡറാണ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 25 പേർക്ക്, ഒന്നുകിൽ ആദ്യത്തെ 25 പേര് അല്ലെങ്കിൽ സെല്ല് ചെയ്തതോ ബൈ ചെയ്തോ ആയിട്ടില്ല ഏതെങ്കിലും ഒരു 25 പേർക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് 25 പേർക്ക് ബൈയും 25 പേർക്ക് സെല്ലുമാണ് സിഗ്നൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വർക്കാവുമല്ലോ. അപ്പോൾ ആ 25 പേരുടെ പ്രോഫിറ്റ് ഇവർക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ ഇവർ കൊടുത്ത സിഗ്നലിൽ ഇവന് ലോസാണ് വന്നത്. ഇവന് 1 ലക്ഷം രൂപ ഫസ്റ്റ് ട്രേഡിൽ തന്നെ 1 ലക്ഷം രൂപ പോയി. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ആ 1 ലക്ഷം രൂപ 3,80,000 അങ്ങനെ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് അന്ന് എക്സ്പയർ ആയ സമയത്ത് പ്രോഫിറ്റ് ഇട്ടത്. അതായത് 2.5 ലക്ഷം രൂപ പ്രോഫിറ്റ്. 1 ലക്ഷം രൂപ ഇട്ട ആൾക്ക് 2.5 ലക്ഷം രൂപ പ്രോഫിറ്റാണ് അന്ന് കിട്ടിയത്. അപ്പം 25 പേർക്ക് ഓൾമോസ്റ്റ്, എൻ്റെ ഒരു കാൽക്കുലേഷനാണ് 25 പേരെന്നുള്ളത്. ഇനിയിപ്പോൾ 3 പേരോ 4 പേരോ എത്ര പേരോ ആയിക്കോട്ടെ, ഒരു ട്രേഡിൽ 2.5 ലക്ഷം രൂപ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 25 ലക്ഷമായി. അപ്പോൾ ആ 25 ലക്ഷത്തിൻ്റെ പകുതി അവർക്കാണ്. അതായത് ഈ പറഞ്ഞ പോലെ 12 ലക്ഷം രൂപ ഉണ്ടാവും. അപ്പോൾ ഈ 12 ലക്ഷം രൂപയാണ് ഒരൊറ്റ കോളിൽ അവർ എടുത്തത്. അതായത് 100 ക്ലയൻറ്റിൽ നിന്ന് 12 ലക്ഷം രൂപയാണ് അവർ ഏൺ ചെയ്തത്. ഇത് ഒരു വലിയ സ്കാമാണ്. ഓക്കെ, ഒരുപാട് പേര് ഇതിൽ വീണ് പോകാൻ ചാൻസുള്ളൊരു സ്കാമാണ്. അപ്പം ഇതിൽ ഞാൻ ആദ്യം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ പറഞ്ഞു ഒരു ഗ്രേ ഏരിയനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടേൺസ് കിട്ടുന്നുണ്ടല്ലോ. അതായത് നിങ്ങളോടിപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ ആഴ്ചയും 5% അല്ലെങ്കിൽ 10% എല്ലാ ആഴ്ചയും എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഈ 5 ലക്ഷം 5% വെച്ചിട്ട് നിങ്ങളിപ്പം 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 5% വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തിൽ 3 വർഷത്തിലൊക്കെ ഇത്ര കോടി രൂപ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്നവർ വാദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കറിയാം അത് കൺസിസ്റ്റൻസി, അതായത് എന്നും ഇതേപോലെ കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പം ഈ പറഞ്ഞ പോലെ 5% കിട്ടിയേക്കാം. പക്ഷെ എല്ലാ ആഴ്ചയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരിക്കലും 5% കിട്ടാൻ പോകുന്നില്ല, അത് നമുക്ക് അറിയാം. പക്ഷെ എനിക്കൊരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 5% കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ ആ പ്രോബബിലിറ്റി എത്ര ശതമാനമേ ഉള്ളൂ? 0.000000001 അത്ര ശതമാനം മാത്രമേ പ്രോബബിലിറ്റി ഉള്ളൂ. അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇല്ല. ആ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0 പ്രോബബിലിറ്റി തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഒരു ഡിസ്കഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതിൽ പോസിബിലിറ്റി ആക്ച്വലി ഉണ്ട്. അതാണ് ഈ ഗ്രേ ഏരിയ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് റിട്ടേൺസ് നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത്, മീൻസ് റിട്ടേൺസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന സമയത്ത് ആ റിട്ടേൺസ് ഇല്ല എന്നും പറയാൻ പറ്റില്ല, മീൻസ് കിട്ടൂല എന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കിട്ടും എന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ലോട്ടറി സെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നോട് പറയുകയാണ് ഈ ലോട്ടറി എടുത്തോ 5 കോടിയാണ്, നാളെ ആണ് എക്സ്പയറി, മീൻസ് ഈ ലോട്ടറിയുടെ നറുക്കെടുപ്പ് വരുന്നത്, അപ്പം 5 കോടി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരാൾ വന്നിട്ട് പറയുകയാണ് 5 കോടി നിന്ന് കിട്ടില്ല ലോട്ടറി എടുക്കണ്ടെന്ന് പറഞ്ഞാൽ 5 കോടി കിട്ടൂല എന്ന് അവനക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം എന്താ അവന് കിട്ടാൻ ചാൻസ് ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട്, കഴിഞ്ഞ ആഴ്ച ഇവന് കിട്ടിയിട്ടുണ്ട് 5 കോടി, അപ്പോൾ ഇവനും കിട്ടിക്കൂടെ നാളെ എടുക്കുമ്പോൾ എന്നെനിക്ക് പറയാൻ പറ്റും. ഇതേ ഒരു പ്രോബിലിറ്റിയാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ആ ഒരു സ്കാമിനെ കുറിച്ചിട്ടാണ്. അത്തരത്തിൽ റിട്ടേൺസ് നിങ്ങളോട് ഡിമാൻഡ് മീൻസ് ഓഫർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കാം നടക്കാറുണ്ട്. ഈ എന്താ പറയുക, ഈ സ്റ്റോക്ക് മേടിച്ചോളൂ, മീൻസ് അതായത് ട്രേഡിംഗ് ടിപ്പ് കൊടുത്തിട്ടുള്ള സ്കാം,
ക്യാഷ് വെച്ചിട്ട്. ഇതിൽ സെബി രജിസ്ട്രേഡ് അല്ലാത്ത ഒരുപാട് ആളുകൾ ടെലിഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ അപ്രോച്ച് ചെയ്യും. അത് കംപ്ലീറ്റ്ലി അത് ബിഗ് നോ ആണ്. സെബി രജിസ്ട്രേഡ് അല്ലാത്ത ആർക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സ് അഡ്വൈസറി കൊടുക്കാൻ പറ്റില്ല, പെയ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അഡ്വൈസറി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് താഴെ വരുമായിരിക്കും ഞാൻ അഡ്വൈസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കൊടുക്കുന്നത്. ഞാൻ വളരെ അതിൽ ഞാനൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു കാര്യം ഞാൻ അതിൽ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഞാൻ എടുക്കുന്ന ട്രേഡ് അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് തരുന്നു, അതിൻ്റെ ഐഡിയാസ് തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതല്ലാതെ ഈ പെയ്ഡായിട്ട് ചെയ്യുന്ന അഡ്വൈസറി എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷിക്കണം. ഞാനിപ്പോൾ പറഞ്ഞത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അഡ്വൈസേഴ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ രജിസ്റ്റേർഡ് അല്ലാത്ത ആളുകളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. അപ്പം ഇങ്ങനെയാണ് ഈ അഡ്വൈസറി സർവീസിൽ, മീൻസ് എല്ലാം ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, ഇങ്ങനെ നടക്കുന്ന അഡ്വൈസറി സർവീസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അഡ്വൈസറി സർവീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ പാസ്റ്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടണം. അതായത് പക്ഷെ അവരുടെ ജസ്റ്റ് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എക്സൽ ഷീറ്റിൽ അവർ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് അല്ല വേണ്ടത്. ഒന്നുകിൽ അവർക്ക് കൃത്യമായിട്ടുള്ള റെക്കോർഡ് വേണം, ഇത് ട്രേഡ് എടുത്ത ഒരു PNL, വെരിഫൈഡ് PNL ചോദിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അവരോട് ട്രയൽ ചോദിക്കണം. ട്രയൽ മതി, അറ്റ്ലീസ്റ്റ് ഒരു ട്രയൽ ഒരിക്കലും ചോദിക്കരുത്. ഞാൻ അതിനാണ് ഈ ഒരു സ്റ്റോറി, ഇത്രയും വലിയ സ്റ്റോറി പറഞ്ഞത്. അതായത് ഒരു ട്രേഡ് കൊടുത്തിട്ട് അത് പ്രോഫിറ്റാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ ട്രേഡ് ചെയ്യാൻ ഒരിക്കലും പറയരുത്. ഒരു 1 വീക്കെങ്കിലും ട്രയൽ ചോദിക്കണം. മിനിമം 1 വീക്ക്, ഒരു 1 മന്ത് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. അതായത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അഡ്വൈസ് നിങ്ങളൊരു 1 വീക്കെങ്കിലും മിനിമം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പെയ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ സെബി രജിസ്ട്രേഡ് ആയിരിക്കണം എന്നുള്ളത് കൺഫേം ചെയ്യുക. അതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത്തരത്തിലുള്ള ട്രയൽ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക. ഇങ്ങനെ മാത്രം ചെയ്യുക, ഇത്തരത്തിലുള്ള സ്കാമുകളിൽ പെടാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയ എമൗണ്ടാണ് പോകുന്നത്, വലിയ രീതിയിലുള്ള സ്കാമുകൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ വേറെയും പല സ്കാമുകളും സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. പെനി സ്റ്റോക്ക് ബേസ് ചെയ്തിട്ടുള്ള സ്കാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള സ്കാമുകളെ കുറിച്ചിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. ഇത് കാരണം ടെലിഗ്രാമുള്ള എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ആരും മിസ്സാക്കേണ്ട, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലും, നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള സ്കാമിനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ ട്രേഡിലാണ് 1 ലക്ഷം രൂപ പോയത്. അത്തരത്തിലുള്ള ഒരു കണ്ണിച്ചോരയില്ലാത്ത പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഏതൊരാളും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അത് അത്രയും വലിയ സ്കാമുകളാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത്, അവർ കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ്, ചെറിയൊരു ഓഡിയൻസിനെ വെച്ചിട്ടാണ് ഈ ഒരു 12.5 ലക്ഷം അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സംഭവം പറഞ്ഞത്. ഒരൊറ്റ ട്രേഡിലാണ് അവർ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇത് കുറേ ടൈം എടുത്തിട്ടല്ല അവർ ചെയ്യുന്നത്. കുറച്ച് ക്രൗഡിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ ട്രേഡിലാണ് 12 ലക്ഷം രൂപ അവർക്ക് പ്രോഫിറ്റ് വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇൻകം വരുന്നത്. അപ്പോൾ ഇത്തരം ചിലപ്പോൾ 1 കോടിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സോ ഇത്തരത്തിലുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള വേറെ സ്കാമുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.